ചെറുതായിട്ടുണ്ടായി. ഇന്ന് സംഭവം ശരിക്കും വന്നു കേട്ടോ. ഇന്ന് രാവിലെ കപ്പപ്പപ്പടം ഒരു 60 ഉണ്ടാക്കി. രാവിലെ തന്നെ വെയിൽ വരണതിന് മുമ്പ് വന്നിരിക്കണം, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് നമ്മൾ ഭയങ്കര ടയേർഡായി പോകും. അപ്പം ഞാനൊരു 5:45 പുറത്ത് വന്നിരുന്നു, എല്ലാം റെഡിയാക്കി ഇതായി. ഇന്നൊരു സംഭവം കണ്ടേ, നമ്മുടെ മുളക് എന്തായിന്ന് അറിയണ്ടേ. അതാ മുളക് 2 ദിവസം തൈരിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഇന്ന് പുറത്ത് വന്നു. മോർ മുളക് അല്ലെങ്കിൽ തൈര് മുളക് അല്ലെങ്കിൽ കൊണ്ടാട്ട മുളക് അത് റെഡിയായിട്ടുണ്ട്. വീണ്ടും വൈകിട്ട് ഇതിലേക്കിടും. ഇന്ന് പുതിയൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, മാമ്പഴത്തിര. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. എല്ലാവരും പറയും മാമ്പഴം കിട്ടിയെല്ലാം പീച്ചി പേപ്പറിൽ വിരിച്ച് ഉണക്കുന്നൊക്കെ പറയും. പക്ഷേ കൈ കൊണ്ടൊക്കെ അത് പീച്ചിയൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ ശരിയില്ല. എത്ര കയ്യിലഴുക്കില്ല എന്ന് പറഞ്ഞാലും അത് ശരിയാവില്ല. അതിന് പകരം ഞാനെല്ലാം കട്ട് ചെയ്തെടുത്ത് വേണ്ടതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വൈകിട്ടാകുമ്പോൾ ഇതിന് ഞാൻ ഡയമണ്ട് ഷേപ്പിൽ കത്തി വെച്ച് വരഞ്ഞ് വയ്ക്കും. വരുമെന്ന് നോക്കാം. ഇന്നലെ ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കഴിച്ചു. അവർ പറഞ്ഞു ഇന്നെനിക്ക് രാവിലെ 6 മാമ്പഴം കൊണ്ടുവന്ന് തന്നു ഒരാൾ. നല്ല വലിയ മാമ്പഴം, എന്താ അറിയില്ല, മധുരമുണ്ട്. പോരാത്തതിന് കുറച്ച് പഞ്ചാര ഇട്ടാലും കുഴപ്പമില്ല. ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാമല്ലോ. എല്ലാവരും പരീക്ഷണമല്ലേ, ഒന്നും നമ്മൾ പാടില്ല പറ്റില്ല എന്ന് വിചാരിക്കരുത്. എല്ലാം നമ്മൾ ചെയ്തു നോക്കണം. അപ്പോൾ ഇന്നത്തെ ഇതാണ് വിശേഷം. ഓക്കേ, ബൈ. ഇത് ഇനി ഒന്നും കൂടി, ഈ മാമ്പഴം ഇങ്ങനെ വെക്കില്ല കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കും, മുളകും ആക്കും. പൊടി തട്ടാൻ പാടില്ലല്ലോ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതിപ്പോൾ തന്നെ ഈ കവറിൻ്റെ ഉള്ളിലാക്കി വയ്ക്കും. അല്ലെങ്കിൽ പൊടി റോഡൊക്കെ നനയ്ക്കും രാത്രി. ഞാൻ എല്ലാം നനച്ചിടും രാത്രി, എങ്കിലും വണ്ടികളൊക്കെ പോകുമ്പോൾ പൊടി വരുമല്ലോ. ഓക്കെ, ബൈ.